കൊച്ചിയിൽ നിന്ന് അലി അക്ബർ ഷായാണ് ചേരുന്നത്. അലി, ഗുഡ് മോർണിംഗ്. അലി, നമ്മുടെ ഇവിടെ ഒരു കൊച്ചുമിടുക്കിയുണ്ട്, പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അലി? വെരി ഗുഡ് മോർണിംഗ്. പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ ഈ പാട്ട് കേൾക്കാൻ ഒരു രസമാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള കൊച്ചുമിടുക്കികളും കൊച്ചുമിടുക്കന്മാരും ഒക്കെ ആണെങ്കിൽ പിന്നെയും അതിന്റെ മധുരം കൂടും. അപ്പോൾ അത് ആസ്വദിച്ച് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വാർത്തകളിലേക്ക് വരാം. അലി, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കളമശ്ശേരി കഞ്ചാവ് വേട്ടയാണ്. അപ്പോൾ അതിൽ അന്വേഷണം തുടരുകയാണല്ലേ? അപ്പോൾ ഈ പ്രതികളെ ഇന്ന് കോളേജ് ഹോസ്റ്റലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അപ്പോൾ പോലീസിനൊരു കുറച്ചുകൂടി ഒരു ഐഡിയ ഈ കേസിൽ വരുമല്ലേ അലി? വെങ്കി, കളമശ്ശേരിയിലെ പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയ്ക്ക് ശേഷം വിപുലമായ പരിശോധനകളും അന്വേഷണങ്ങളും തന്നെയാണ് പോലീസിന്റെയും എക്സൈസിന്റെയും ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടി തന്നെയാണ് നിരന്തരം വലിയ അളവിലുള്ള ലഹരി വസ്തുക്കൾ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പിടികൂടാൻ സാധിക്കുകയും ചെയ്യുന്നത്. അത് നൈറ്റ് കോമ്പിംഗ് ഉൾപ്പെടെ വ്യാപകമായി തന്നെ നടക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ ക്യാമ്പസിലെത്തിച്ച് ഹോസ്റ്റലിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അതിൽ 2 പൂർവ്വ വിദ്യാർത്ഥികൾ, നിലവിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ, ഈ 4 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഇവരെയാണ് ഇപ്പോൾ ഹോസ്റ്റലിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കാനുള്ളത്. അതേസമയം തന്നെ ഇതിന് സമാന്തരമായി ഈ ഇതര സംസ്ഥാനക്കാരുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും നടക്കുകയാണ്. കാരണം ഈ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിലേക്ക് ഈ 4 കിലോയോളം വരുന്ന വലിയ അളവിലുള്ള കഞ്ചാവ് എത്തിച്ചു നൽകിയ 2 ഇതര സംസ്ഥാനക്കാർ നേരത്തെ തന്നെ പിടിയിലായിരുന്നു. ഇവരുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ കൊച്ചിയിൽ നടക്കുന്ന ഒരു വലിയ റാക്കറ്റിലേക്കാണ് ഇപ്പോൾ എന്തായാലും പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. വിവിധ കേന്ദ്രങ്ങൾ, അതായത് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളെ ഓരോ കേന്ദ്രങ്ങളാക്കി തിരിച്ച് ഓരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഇവരുടെ ഈ ലഹരി ഇടപാടുകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിലയിലാണ് ഇവരുടെ ഈ ഓപ്പറേഷൻ നടക്കുന്നത്, എത്ര കാലമായി ഇത്രയും വലിയൊരു നെറ്റ്വർക്ക് ഇവർ ഇവിടെ പണി തീർത്തിട്ട് എങ്ങനെയായിരുന്നു ഇതിന്റെ പ്രോസസ് എന്നതെല്ലാം തന്നെയാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പ്രതികളെ ഇന്ന് കോളേജിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്, ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്, ഒരു ഇലക്ട്രോണിക് ത്രാസ് ഉൾപ്പെടെ എത്തിച്ച് ഒരു വിൽപ്പനാ കേന്ദ്രം, കഞ്ചാവ് വിൽപ്പനാ കേന്ദ്രം തന്നെ ഈ പോളിടെക്നിക് ഹോസ്റ്റലിനകത്ത് ഈ വിദ്യാർത്ഥികൾ ചേർന്ന് സെറ്റ് ചെയ്തെടുത്തിരുന്നു. അതിന് ഏറ്റവും പ്രധാനമായും സഹായം എത്തിച്ചിരുന്നതും കഞ്ചാവ് എത്തിച്ചിരുന്നതും എല്ലാം പൂർവ്വ വിദ്യാർത്ഥികളാണ്. ആഷിഖ്, ഷാലിഖ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ അവരെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ നെറ്റ്വർക്ക് തകർക്കേണ്ടതുണ്ട്, ഇതിന്റെ കണ്ണി അത് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും നടപടികളും തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ഇന്ന് പ്രതികളെ ക്യാമ്പസിലെ ഹോസ്റ്റലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഇതര സംസ്ഥാനക്കാരുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഇതിന് സമാന്തരമായി തന്നെ നടക്കുന്നുമുണ്ട്. വെങ്കി, വളരെ ഗുരുതരമായ ഒരു വാർത്ത വരുന്നുണ്ടല്ലോ, ഈ കൊച്ചി റിഫൈനറിയിൽ നിന്ന് വിഷരാസ മാലിന്യം വീടുകളിലേക്ക് പറന്നു വീണുവെന്ന്. അപ്പോൾ അതിൽ പ്രതിഷേധം കനക്കുകയാണല്ലേ അയ്യങ്കുഴിയിൽ. അപ്പോൾ എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ രാസമാലിന്യമൊക്കെ പറന്നു വീണത്? വെങ്കി, നമ്മൾ ഒരുപാട് നാളുകളായി പല വാർത്തകളിലൂടെ കൈകാര്യം ചെയ്തൊരു വിഷയമാണ് അയ്യങ്കുഴിയിലെ ജനങ്ങളുടെ ദുരിത ജീവിതം എന്ന് പറയുന്നത്. 2 ഫാക്ടറികൾക്കിടയിൽ ദുരിത ജീവിതം നയിക്കേണ്ടി വരുന്ന ഏകദേശം 23ഓളം വരുന്ന കുടുംബങ്ങൾ, 40-ലധികം കുടുംബങ്ങൾ ഉണ്ടായിടത്തു നിന്നും ജീവിതം ദുസ്സഹമായ ഘട്ടത്തിൽ പലരും വാടകയ്ക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകുന്ന സാഹചര്യം. അവിടുത്തെ വായു വളരെ മലിനമാണ്, അവിടുത്തെ ജലം വളരെ മലിനമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള PCBയുടെ റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യവുമുണ്ട്. എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുമെന്ന് ഹൈക്കോടതി പലയാവർത്തി ഈ 2 കമ്പനികളോടും പറയുന്ന സാഹചര്യം, സർക്കാരിനോട് പറയുന്ന സാഹചര്യം, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിൽ കൊച്ചിൻ റിഫൈനറിയിൽ നിന്നും കാറ്റടിച്ചപ്പോൾ വലിയ അളവിലുള്ള കാറ്റലിസ്റ്റ് പൊടി ഈ അയ്യങ്കുഴി ഭാഗത്തേക്ക് പറന്നു വീഴുന്നത്. വീടുകളുടെ മുകളിലേക്കെല്ലാം വീണിരിക്കുന്നു. കുട്ടികൾക്ക് വലിയ രീതിയിൽ തുമ്മലും അതുപോലെ മറ്റു പല രീതിയിലുള്ള അലർജിക് പ്രശ്നങ്ങളും കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. നമുക്ക് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ടുകളിൽ പറയാറുണ്ട്, ഈ പ്രദേശത്ത് അർബുദ ബാധിതരുടെ എണ്ണം പെരുകിയിരിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാന കാരണം പറയുന്നത് ഈ കമ്പനികളിൽ നിന്നുള്ള രാസമാലിന്യവും വിഷപ്പുകയും ശ്വസിച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു രോഗാവസ്ഥയിലേക്ക് ഈ മനുഷ്യർ എത്തിയത് എന്നുള്ളതാണ്. ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ ഈ പരിസരത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിലേക്കെല്ലാം തന്നെ ഈ കാറ്റലിസ്റ്റ് പൊടി വന്ന് വീണിട്ടുണ്ട്. വളരെ മാരകമായിട്ടുള്ള ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന നിലയിലുള്ള രാസമാലിന്യമാണ് ഈ പറയുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ പ്രദേശം ആകെ കടന്നിരുന്നു. പോലീസ് വന്ന് ഇവരോട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. കമ്പനികളുടെ ഭാഗത്തുനിന്നും കൃത്യമായ പ്രതികരണം ലഭിച്ചാലേ തങ്ങൾ പ്രതിഷേധം അവസാനിപ്പിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അയ്യങ്കുഴിക്കാർ. പിന്നീട് രാത്രിയോടുകൂടി ഇന്ന് ഒരു ചർച്ച കമ്പനിയുമായി നടത്താമെന്ന പോലീസിന്റെ ഉറപ്പിന്മേലാണ് രാത്രി വൈകിയ ശേഷം ഈ പ്രതിഷേധം അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നെന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ എന്ത് തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് വളരെ നിർണായകമാണ്. ഈ ചർച്ചയ്ക്കും തീരുമാനത്തിനും ഒക്കെ അപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടത് കോടതി തന്നെയാണ്. വെങ്കി, അതിന് തന്നെയാണ് ഈ മനുഷ്യർ കാലങ്ങളായി കാത്തിരിക്കുന്നത്. 3-3.5 പതിറ്റാണ്ട് നീണ്ട പോരാട്ടമാണ് അയ്യങ്കുഴിയിലെ ജനതയുടേത്. എന്തായാലും കോടതി ഒരു അനുകൂല വിധി ഇവർക്ക് വേണ്ടി പുറപ്പെടുവിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരുമുള്ളത്, നമ്മളുമുള്ളത്. വെങ്കി, എന്തായാലും ആ പ്രതീക്ഷ. മധ്യകേരളത്തിലെ വാർത്തകളാണ് അലി വിശദീകരിച്ചത്. അലി, തുടർ മണിക്കൂറുകളിൽ നമുക്ക് വീണ്ടും കൂടുതൽ വാർത്തകളുമായി കാണാം.